കോഴിക്കോട്ടെ കല്ലാച്ചിയിൽ വോട്ടിങ്ങിനെ ചൊല്ലി LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. നാദാപുരം പഞ്ചായത്ത് 2-ാം വാർഡ് കല്ലാച്ചി MLP സ്കൂളിലെ ബൂത്തിലാണ് വാക്കേറ്റമുണ്ടായത്. തുടർന്ന് പോലീസ് ലാത്തി വീശുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകുകയായിരുന്നു. രാഹുൽ കെ വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ സ്ഥിതി സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ? അന്തരീക്ഷം എങ്ങനെയാണ്? എന്താണ് സംഭവിച്ചത്? രതീഷ്, നാദാപുരം പഞ്ചായത്ത് കല്ലാച്ചിയിൽ, അതായത് 2-ാം വാർഡിൽ നിന്നാണ് ഈ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ LDF UDF പ്രവർത്തകർ തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാകുകയും പിന്നീട് പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് പോലീസ് ലാത്തി വീശുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ കൂടുതൽ പോലീസും അതുപോലെ തന്നെ ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തുന്നതിന് RAFിൻ്റെ സംഘവും സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇരുവിഭാഗം പ്രവർത്തകരും ഈ വാർഡിന് സമീപത്തായി തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. നിലവിലൊരു സംഘർഷാവസ്ഥ പോലീസും RAFും ഇങ്ങനെ തുടരുന്നത് കൊണ്ടില്ല എങ്കിൽ പോലും അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചെന്ന് പറയാൻ കഴിയുകയുമില്ല. ഇവിടെ വോട്ട് ചെയ്യുന്നതിനായി വന്നയാളെ UDF പ്രവർത്തകർ, അതായത് കള്ളവോട്ട് ചെയ്യാൻ എത്തിയെന്ന് ആരോപിച്ച് UDF പ്രവർത്തകർ തടഞ്ഞു വെക്കുകയായിരുന്നു. ഇതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണമായിട്ടുള്ളത്. എന്നോടൊപ്പം ഇപ്പോൾ LDFിൻ്റെ പ്രവർത്തകരാണ് ചേരുന്നത്. എന്താ സംഭവിച്ചത്? നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ 2-ാം വാർഡിൽ ഞങ്ങളുടെ ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അയാൾ ബാംഗ്ലൂരിൽ നിന്ന് കള്ളവോട്ടെന്നാണ് UDFിൻ്റെ ആരോപണം. അല്ല, കള്ളവോട്ടാണെങ്കിൽ അയാളുടെ യഥാർത്ഥ വോട്ട് ചെയ്യാനാണ് അവൾ വന്നത്. അവർ വന്നപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറാണ് വോട്ട് രേഖകൾ പരിശോധിച്ചിട്ട് പറയേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് തൊട്ടടുത്ത വാർഡുകളിലുള്ള കുറേ ക്രിമിനൽ സംഘം ബൂത്ത് കൈയേറിയിട്ട് വോട്ട് ചെയ്യുന്നത് തടയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ തൊട്ടടുത്ത 3-ാം വാർഡിലും 24-ാം വാർഡിലും ഒക്കെ തന്നെ വോട്ടറായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഈ ബൂത്ത് കൈയേറി ഒരു പൗരൻ്റെ പൗരാവകാശം നിഷേധിക്കുന്ന ഒരു വിഷയമാണുള്ളത്. ഇന്നിപ്പോൾ അവർ ബാംഗ്ലൂരിൽ നിന്ന് ലീവാക്കി വിദ്യാർത്ഥിയായിരുന്നു. അവർ ലീവാക്കി ഇവിടെ വന്നിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പം നിങ്ങളൊരു കുഴപ്പം വേണ്ട, ഒരു കച്ചറ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ആ ഒരു സമാധാനത്തിൻ്റെ പക്ഷത്ത് നിന്നിട്ട് നാട്ടിലൊരു കലാപം വേണ്ടാന്നുള്ളത്. യഥാർത്ഥത്തിൽ വോട്ടവകാശത്തിൽ രേഖകൾ പരിശോധിക്കേണ്ടത് പുറത്തുള്ള ആളുകളല്ല, യഥാർത്ഥത്തിൽ പ്രിസൈഡിംഗ് ഓഫീസറാണ് പറയേണ്ടത്. ഇവർ കയ്യിൽ കൊണ്ടുവന്ന രേഖകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഈ പ്രശ്നം ആയതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാനില്ല എന്ന പ്രവർത്തനം തീരുമാനിച്ചോ? അത് പ്രവർത്തനം ഞങ്ങൾ തീരുമാനിച്ചത്. ഒരു കുഴപ്പം ഇവിടെ സംഘർഷം ഉണ്ടായപ്പോൾ ഇവിടെ CIU അതുപോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നപ്പോൾ ഈ സംഘർഷത്തിലേക്ക് പോകരുത് എന്നതാണെങ്കിൽ വോട്ട് ചെയ്യാണ്ടിരിക്കണോ, അല്ലാണ്ട് വോട്ട് ചെയ്യുന്നതാണെങ്കിൽ സംഘർഷം ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വോട്ടറുടെ അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വോട്ടിലേക്ക് കയ്യേറിയതാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കള്ളവോട്ട് എന്നാണ് UDF ആരോപിക്കുന്നത്. കള്ളവോട്ടാണെങ്കിൽ അവർ ചെയ്യണ്ടേ, വോട്ട് ചെയ്യണ്ടേ? ഒരാൾ ചെയ്യുന്നതിന് മുമ്പ് കള്ളവോട്ടാന്ന് പറയാൻ പറ്റുമോ? UDFിൻ്റെ ആരോപണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? രേഖ പരിശോധിച്ചിട്ട് റിസൈഡിംഗ് ഓഫീസറല്ലേ പറയേണ്ടത് ഇയാൾ ഇവിടെ താമസമില്ല, അല്ലെ ഇയാൾ വേറെ ആളാണ്. വേറൊരാളെ വോട്ട് ചെയ്യാൻ വന്നതിനല്ലേ നമ്മൾ കള്ളവോട്ട് എന്ന് പറയേണ്ടത്. ഇത് അയാളെ സ്വന്തം വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്, രേഖയുമായിട്ടാണ് വന്നത്. അതാണ് അനുവദിക്കാത്തത്. മറ്റു കാര്യങ്ങളൊക്കെ മറ്റൊരു സ്ഥലത്ത് വോട്ടുള്ള ആൾ ഇവിടെ വോട്ട് ചെയ്യാൻ വന്നതാണോ? കുറച്ചൊന്ന് പരിഹരിച്ചല്ലേ? അതെ, ഈ പ്രശ്നം ഒരു കലാപത്തിലേക്ക് പോകാൻ വേണ്ടി പാടില്ല. രാഷ്ട്രീയ കലാപം ഇല്ല നാദാപുരത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട്. ഇരട്ട വോട്ടല്ലല്ലോ അല്ലേ? ഇരട്ട വോട്ടല്ല, അയാളുടെ സ്വന്തം വോട്ട് ഈ വാർഡിനകത്തുള്ളത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നത്. ഇത് തൽക്കാലം പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ അവസാനിക്കുന്നു എന്ന തരത്തിലാണ്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സാധാരണ ഇരട്ട വോട്ട് അത് പലയിടത്തും ഉള്ളൊരു പ്രതിഭാസമായി തുടരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2ഇടത്ത് വോട്ടുണ്ടാകും, 2ഇടത്ത് വോട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കയ്യിലെ മഷി മായിച്ചാൽ മതി, 2 തിരിച്ചറിയൽ രേഖ കൊടുത്താൽ മതി. ഇപ്പോൾ മറ്റൊരിടത്ത് വോട്ടുണ്ട് എന്ന് ചലഞ്ച് ചെയ്താൽ പോലും ഇവിടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവിടെ വോട്ട് ചെയ്യാൻ അനുവദിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അത്തരം തർക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും